ഹായ്, ഹലോ ടീച്ചർമാരെ, മാഷുമാരെ, എന്തൊക്കെയാണോ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഈ ടീച്ചർമാരെ, മാഷുമാരെ എന്നുള്ള വിളി കേൾക്കാൻ തന്നെ ഒരു സുഖമല്ലേ? ഞാൻ എൻ്റെ എല്ലാ LP ക്ലാസ്സുകളിലും ടീച്ചർമാരെ, മാഷുമാരെ തന്നെയാണ് അഭിസംബോധന ചെയ്യാറ്. കാര്യം ആ ഒരു വിളി തരുന്ന ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ്. എന്ത് നല്ല ജോലിയാണല്ലേ ടീച്ചിങ്. ഇത് ഞാനായാലും അതുപോലെ നിങ്ങളിൽ ഓരോരുത്തരും ഇത് ഇഷ്ടപ്പെട്ട് ഈ ജോലിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഈ TTC B.Ed ഒക്കെ എടുത്തിട്ടുള്ളതെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതൊക്കെ എടുത്താലും നമ്മളൊരു ടീച്ചർ ആവുന്നതിനും മാഷാവുന്നതിനും ഇത് മാത്രം പോരാ ക്വാളിഫിക്കേഷൻ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. എന്താ, കേട്ടറ്റ് എന്ന് പറയുന്ന ഒരു കടമ്പ കൂടി കടക്കണം. അപ്പോൾ നിങ്ങളിൽ പലർക്കും ഈ കേട്ടറ്റ് എന്ന് പറയുന്നത് ഒന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ ഇത്തിരി പണിയാണ്. കൂടുതൽ മാർക്കിനൊന്നും അല്ല മിസ്സാവുന്നത് അല്ലേ? എന്നോട് പലരും വന്ന് പറഞ്ഞിട്ടുണ്ട്, മിസ്സേ 2 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിനാണ് കേട്ടറ്റ് കിട്ടാതെ പോയത് എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ളവർ കുറേ പേരുണ്ട് എന്ന് എനിക്കറിയാം. കാര്യം എല്ലാം നമ്മൾ പഠിച്ചു വന്ന് ലാസ്റ്റിൽ ഒരു 2-3 മാർക്ക് മാത്രം കിട്ടാതെയായിട്ട് കേട്ടറ്റ് കിട്ടാതെ വരിക എന്ന് പറയുമ്പോൾ അതൊരു സങ്കടമുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഇനി നിങ്ങളെല്ലാവരും ടീച്ചർമാരും മാഷുമാരും ആണല്ലേ, നമുക്കൊക്കെ എങ്ങനെ പഠിപ്പിക്കണം എന്ന് ഇപ്പം അറിയാം, എങ്ങനെ പഠിക്കണം എന്നും അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് അതൊന്നും നമ്മൾ അപ്ലൈ ചെയ്യാത്തത്? ഇപ്പോൾ തന്നെ ഞാൻ പറയാം, ഇപ്പോൾ ജൂണിലൊരു കേട്ടറ്റ് എക്സാം കഴിഞ്ഞു. അതിൽ കിട്ടാത്തവർ കുറച്ചധികം പേരുണ്ടായിരിക്കും. പക്ഷേ അവരൊക്കെ ഇനി എന്ത് ചെയ്യും? ഓക്കെ, അടുത്ത ചാൻസിന് നോക്കാം. അടുത്ത ചാൻസ് വരുന്നത് ഡിസംബറിലല്ലേ, അപ്പോൾ അതിന് എന്ത് ചെയ്യാം, നവംബറിലൊക്കെ പഠിക്കാൻ തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കുന്നവരാവും. എന്നാൽ അങ്ങനെ മതിയോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതൊരു പരീക്ഷയ്ക്കായാലും നമ്മൾ കുറച്ച് മുന്നേ തന്നെ തയ്യാറെടുക്കുക. അതല്ല ഡിസംബർ 1 മുതൽ സ്റ്റാർട്ട് ചെയ്തു, പരീക്ഷയായി, അപ്പോഴായിരിക്കും നമുക്ക് നമ്മളുടേതായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരിക. ഇതെല്ലാം കൂടെ ബുദ്ധിമുട്ടായി നമുക്ക് പിന്നെ ആ ചാൻസും നഷ്ടപ്പെടുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മളൊരു ടീച്ചർ ആവുക എന്നുള്ളത് നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് ഈ ഒരു കേട്ടറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മളങ്ങനെ നിന്ന് പോവരുത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അതുകൂടി ഒന്ന് വാങ്ങിയെടുക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ അടുത്ത ലക്ഷ്യം. അപ്പോൾ അതിനെന്ത് ചെയ്യുക? കുറച്ച് മുമ്പ് തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കൊണ്ടുവരിക. ഓക്കെ, അവസാന നിമിഷത്തേക്ക് വെക്കാതെ ആദ്യം മുതൽ തന്നെ പഠിച്ചു വരിക. ഇപ്പോൾ മത്സര പരീക്ഷകൾക്കായാലും നമ്മൾ തയ്യാറെടുക്കുമ്പോൾ കുറച്ച് മുമ്പായിട്ട് തന്നെ തയ്യാറെടുക്കുന്നത് വളരെ അത്യാവശ്യമാണ്. അതിലെവിടെയും ഒരു തടസ്സം വരാതെ ഓരോന്നായിട്ട് പ്ലാൻ ചെയ്ത് പഠിച്ചുകൊണ്ടുവരിക അല്ലേ? ടീച്ചർമാർക്കും മാഷുമാർക്കും ഞാനത് പറഞ്ഞു തരേണ്ട കാര്യം ഉണ്ടാവില്ല. എങ്കിലും ഇനി ഈ കേട്ടറ്റ് പരീക്ഷയ്ക്ക്, അടുത്ത് വരുന്ന കേട്ടറ്റ് പരീക്ഷയ്ക്ക് നമ്മൾ ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ മുതൽ തന്നെ പഠിച്ചു തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾക്കൊരു സുവർണ അവസരമുണ്ട്. നമ്മുടെ സൈലത്തിലെ കേട്ടറ്റ് ക്ലാസ്സുകൾ, അത് കേട്ടറ്റ് കാറ്റഗറി 1 ആയാലും കേട്ടറ്റ് കാറ്റഗറി 2-ലെയും ക്ലാസ്സുകളെല്ലാം കൺസോളിഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ട് കിട്ടും. അപ്പോൾ മറ്റ് ക്ലാസ്സിനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടി കുറഞ്ഞ ചിലവിൽ അത് നമുക്ക് കിട്ടും. ഇപ്പോൾ വലിയ ചിലവില്ലാതെ ക്ലാസ്സുകൾ നമുക്ക് വാങ്ങാം. റെക്കോർഡഡ് ക്ലാസ്സുകൾ ഓരോന്നായിട്ട് കാണാം, പ്ലാൻ ചെയ്ത് പഠിക്കാം. വരുന്ന കേട്ടറ്റ് എക്സാം തടസ്സമില്ലാതെ ക്രാക്ക് ചെയ്യാം. അപ്പോൾ ഇതിന് കാറ്റഗറി 1-ൻ്റെ ക്ലാസ്സുകളും കാറ്റഗറി 2-ൻ്റെ ക്ലാസ്സുകളും സെപ്പറേറ്റഡ് ആയിട്ട് കൺസോളിഡേറ്റ് ആയിട്ട് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ കാറ്റഗറി 3-ലെ ക്ലാസ്സുകൾ, മാത്സ് ക്ലാസ്സുകളും ഇതുപോലെ നിങ്ങൾക്ക് അവൈലബിൾ ആവും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? എത്രയും പെട്ടെന്ന് ക്ലാസ്സുകൾ വാങ്ങുക, പ്ലാൻ ചെയ്ത് പഠിച്ചുകൊണ്ട് വരിക. വരുന്ന കാറ്റഗറി കേട്ടറ്റിൻ്റെ എക്സാം തന്നെ ക്രാക്ക് ചെയ്യുക. ഇനി കേട്ടറ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്കൊരു ടീച്ചർ ആവാനുള്ള അവസരം ആരും മിസ്സാക്കരുത്. ഓക്കെ, താങ്ക് യു.